നമസ്കാരം. വൈറ്റ് ലൈൻ വാർത്ത ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുണയിൽ 75-കാരി മലയാളി വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. രണ്ടു കാലുകളും തളർന്ന അവസ്ഥയിൽ വർഷങ്ങളായി ശയ്യാവലംബിയായി കഴിയുകയായിരുന്ന ഇവരെ ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴുകിയായിരുന്നു. ഇതിൽ മനംനൊന്താണ് കൈയിലെ ഞരമ്പ് മുറിച്ച് ഇവർ ആത്മഹത്യ ചെയ്തത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു ജീവിതം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള ആത്മനൊമ്പരം, ഇതൊക്കെയാവാം ജീവിതം അവസാനിപ്പിക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചിട്ടും ജീവൻ നിലനിർത്താൻ തങ്ങളുടെ പക്കൽ ഔഷധങ്ങളില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ഡോക്ടർമാർക്ക് ഈ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. പുണെ നിവാസികളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു. ഈ വാർത്തയുടെ വിശദവിവരങ്ങൾ വൈറ്റ് ലൈൻ വാർത്തയുടെ അടുത്ത ലക്കത്തിൽ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കാഞ്ചൂർമാർഗ് വെസ്റ്റ് കൈരളി സമാജത്തിന്റെ 19ാം വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ 26-ന് നേവൽ ഡോക്യാർഡ് കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. വിവിധ പരിപാടികളോടെയുള്ള ആഘോഷങ്ങളിൽ ഭാണ്ഡൂർ കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പൽ ലില്ലി സിദ്ധാർത്ഥനും കേരളീയ കേന്ദ്ര സംഘടന താനെ മേഖലാ സെക്രട്ടറി അനു ബി നായരും വിശിഷ്ടാതിഥികളായിരിക്കും. ഓണസദ്യയും ഉണ്ടായിരിക്കും. കല്യാൺ വെസ്റ്റ് മലയാളി സമാജത്തിന്റെ ഓണാഘോഷം സെപ്റ്റംബർ 26-ന് വൈകിട്ട് 4 മുതൽ കടക്പാടയിലെ ശ്രീ സായ് ഹാളിൽ നടക്കും. പ്രസിഡന്റ് മഹേന്ദ്രൻ നായർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കൊപ്പം ഓണസദ്യയും ഉണ്ടായിരിക്കും. വസായിൽ ആരോഗ്യ സെമിനാർ. വേൾഡ് വെൽനസ് ഫോറം ബസീൻ കേരള സമാജം ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ 25-ന് രാവിലെ 10:30-ന് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടത്തും. കോർപ്പറേറ്റർ നാരായൺ മാൻകർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ NB ബാലസുബ്രഹ്മണ്യൻ, പവിത്രൻ, മുഹമ്മദ് ജാഫർ എന്നിവർ പ്രഭാഷണം നടത്തും. PVK നമ്പ്യാർ, KO ദേവസ്യ, ജെയിംസ് കണ്ണമ്പുഴ, T വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും. പുസ്തക പ്രകാശനം. പാമ്പുങ്ങൽ പബ്ലിക്കേഷൻസിന്റെ 16ാം വാർഷികം ഒക്ടോബർ 9-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മാട്ടുങ്ക കേരള ഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിക്കും. പ്രവാസി മലയാളികളുടെ കൃതികൾ ലാഭേച്ഛയില്ലാതെ പ്രസിദ്ധീകരിക്കുകയെന്ന പാമ്പുങ്കൽ പബ്ലിക്കേഷൻസിന്റെ ദൌത്യം അഭിനന്ദനാർഹമാണ്. ഏതാണ്ട് 10ഓളം പുസ്തകങ്ങളാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്യുക. ആഘോഷത്തോടനുബന്ധിച്ച് കുമാരി കൃപാ രാധാകൃഷ്ണന്റെ ചിത്ര പ്രദർശനവും പുസ്തക പ്രദർശനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനശക്തി ആർട്സ് ഡോംബിവലിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പരിചയം. NBS പ്രസിദ്ധീകരിച്ച M ഗോകുൽദാസിന്റെ 2ാമത് ചെറുകഥാ സമാഹാരം കടലിന്റെ വഴികൾ ജനശക്തി ആർട്സ് ഡോംബിവലി മുംബൈയിലെ മലയാള സാഹിത്യ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തുന്നു. സെപ്റ്റംബർ 26-ന് വൈകിട്ട് 5 മണിക്ക് ഡോംബിവലി ഈസ്റ്റിലുള്ള മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാനസി, EIS തിലകൻ, ഡോക്ടർ P ഹരികുമാർ, സന്തോഷ് പല്ലശന എന്നിവർ ചെറുകഥാ സമാഹാരത്തെ പറ്റിയുള്ള പഠനങ്ങൾ അവതരിപ്പിക്കും. വൈറ്റ് ലൈൻ വാർത്ത ഈ ലേഖത്തിലേക്ക് ഒരെത്തിനോട്ടം. സമാജങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ ഇടപെടലുകൾ. ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ മലയാളി സംഘടനകൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തെ ആധാരമാക്കി മധു ബാലകൃഷ്ണൻ തുടങ്ങിവെച്ച ചർച്ച വൈറ്റ് ലൈൻ വേൾഡിന്റെ ബ്ലോഗിൽ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരി മാനസിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. മുംബൈ സാഹിത്യം ചവറാണോ, സ്ത്രീകൾക്ക് ചാരിത്രം വേണ്ട തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി മാനസി പറയുന്ന മറുപടികൾ. സ്ത്രീയെ അമ്മയായും ദേവിയായുമൊക്കെ കരുതിപ്പോന്ന മഹത്തായ പാരമ്പര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്നോ സ്ത്രീത്വം ചവിട്ടിമതിക്കപ്പെടുന്ന കാഴ്ചയാണെങ്ങും. പത്രമൊന്ന് നിവർത്തിയാൽ പീഡനങ്ങൾ മാത്രം. ഇതിനൊരു അപവാദമായി സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ മുംബൈ നഗരം മാതൃകയാകുന്നു. ഈ ലക്കം വൈറ്റ് ലൈൻ വാർത്തയിൽ വായിക്കുക. മലയാളികളുടെ ഗൃഹാതുരത്വത്തെ ഓർമ്മിപ്പിക്കുന്ന പലവക എന്ന പംക്തിയിലൂടെ ജയൻ തനിമ ഇത്തവണ അമ്മൂമ്മ കഥകളെക്കുറിച്ചാണ് നൊമ്പരപ്പെടുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.